ഷിരൂരിൽ മൂന്നാം ഘട്ട ദൗത്യം തുടരുകയാണ്. ഇന്ന് നടത്തിയ തെരച്ചിലിൽ 2 വാഹന ഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിലും അത് അർജുൻ്റെ ലോറിയുടേതല്ല എന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ ഈശ്വർ മാൽപ്പെ നടത്തിയ തിരച്ചിലിൽ നിന്ന് കൈമാറിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോറിയുടെ 2 ടയറുകളും ക്യാബിൻ ഭാഗവും കണ്ടെത്തിയത്. നദിയിൽ ട്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയും തുടരും. നദിക്കടിയിൽ മുങ്ങി പരിശോധന നാളെയും തുടരുമെന്ന് ഈശ്വർ മാൽപ്പയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഗംഗാവലി പുഴയുടെ തീരത്ത് നിന്ന് അലക്സറ മുഹമ്മദും അതേപോലെ അരുൺ പൂപ്പർ എന്നിവയും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ഇന്നത്തെ ദൗത്യത്തിൻ്റെ വിശദാംശങ്ങളുമായി അലക്സറ മുഹമ്മദ് ഗംഗാവലി പുഴയ്ക്കരികിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. പറയൂ അലക്സറ മുഹമ്മദ്, ഇന്ന് ശരിക്കും വളരെ പ്രതീക്ഷയുള്ള ഒരു ദിവസമായിരുന്നു. ഈ ലോറിയുടെ ചില അവശിഷ്ടങ്ങളൊക്കെ കണ്ടപ്പോൾ അർജുൻ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാൻ കഴിയും എന്നായി നാട്ടിൽ പരന്ന ധാരണ. എന്നാൽ പിന്നീട് അത് അർജുൻ ഓടിച്ച ലോറിയുടേതല്ല എന്ന് ലോറി ഉടമ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു. അതോടെ നിരാശയായി. ഗുഡ് ഈവനിങ്. എസ് കെ പറഞ്ഞത് പൂർണ്ണ അർത്ഥത്തിൽ ശരിയാണ്. അതായത് ഏറ്റവും പ്രതീക്ഷയുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. പക്ഷേ സന്ധ്യയോട് അടുത്തപ്പോൾ ആ പ്രതീക്ഷ നിരാശയ്ക്ക് വഴിമാറുന്ന കാഴ്ചയാണ് ഇന്ന് ഗംഗാവാലി പുഴയുടെ തീരം കണ്ടത്. എസ് കെ ഇത് ഷിരൂർ ദൗത്യം ആരംഭിച്ചു. അതായത് അർജുൻ തിരോധാനം ഉണ്ടായി ഏതാണ്ട് 69-ാം ദിവസമാണ് ഇന്ന്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നമ്മൾ ആരംഭിച്ചിട്ട് 69 ദിവസമാകുന്നു. അദ്ദേഹത്തിന്റെ കുടുംബവും മലയാളികൾ ഒന്നാകെ അർജുന് വേണ്ടി കാത്തിരിക്കുന്നത് 69 ദിവസമാകുന്നു. 69-ാം ദിവസമാണ് ഈ മൂന്നാം ഘട്ട തിരച്ചിലിന്റെ ഏറ്റവും പൂർണ്ണ തോതിൽ ഇന്ന് ആരംഭിച്ചത് ഈ ദിവസമാണ്. എസ് കെ ഇന്ന് രാവിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ഇന്ന് രാവിലെ ഈ ഈശ്വർ മാൽപ്പയെ പുഴയിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുന്നതിന് പോലീസ് ആദ്യഘട്ടത്തിൽ അനുമതി നൽകിയിരുന്നില്ല. അതിലുള്ള പ്രതിഷേധം അദ്ദേഹം വ്യക്തമാക്കി. അത് കഴിഞ്ഞാണ് SP അടക്കമുള്ളവർ അദ്ദേഹത്തോട് പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തിക്കോളൂ എന്ന അനുമതി നൽകുന്നത്. തുടർന്ന് ഈശ്വർ മാൽപ്പെ ഡൈവ് നടത്തി. ആ ഡൈവിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം കണ്ടെത്തി. അതിൽ പ്രധാനമായ ഒന്ന് ഒരു തടിക്കഷ്ണമായിരുന്നു. അത് അർജുൻ ഓടിച്ച വാഹനത്തിലെ തടിക്കഷ്ണമായിരുന്നു അദ്ദേഹം കണ്ടെത്തിയത്. അത് ഈ ലോറി ഉടമ മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് പ്രധാനപ്പെട്ട ലീഡ് ഉണ്ടാകുന്നത്. അത് നമ്മൾ നിൽക്കുന്ന, അതായത് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഗംഗാവാലി പുഴയുടെ തൊട്ടടുത്ത് ലക്ഷ്മണിന്റെ കടയുണ്ടായിരുന്ന പ്രദേശത്തിനടുത്തായി നേരത്തെ നാവിക സംഘം പോയിന്റ് ഔട്ട് ചെയ്ത CP4 എന്ന് പറയുന്ന പോയിന്റിന് ഏതാണ്ട് 60 മീറ്റർ ഇപ്പുറത്തേക്ക് ഒരു വാഹനമുണ്ട്. ഒരു ലോറി അത് തലകീഴായി മറിഞ്ഞു കിടക്കുന്നു എന്ന് ആ ഡൈവിനിടയിൽ, അത് മുങ്ങിയുള്ള പരിശോധനയ്ക്കിടയിൽ ഈശ്വർ മാൽപ്പെ കണ്ടെത്തുന്നു. 2 ടയർ താൻ കണ്ടു. അതൊരു ലോറി തലകീഴായി മറിഞ്ഞു കിടക്കുന്നതാണ്. പക്ഷെ അത് ആ ട്രക്ക് ആരുടേതാണ്, ആ ലോറി ആരുടേതാണ് എന്നുള്ള കാര്യം അറിയില്ല. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ആ ലോറിയുടെ ദൃശ്യങ്ങൾ അദ്ദേഹം എടുത്തുകൊണ്ടുവന്നു. ആ ദൃശ്യങ്ങൾ മനാഫ് കണ്ടെങ്കിൽ മനാഫിന് അത് സ്ഥിരീകരിക്കാൻ സാധിച്ചില്ല. തുടർന്ന് ഡ്രഡ്ജറിന്റെ പരിശോധന ഈ മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുകയും ഡ്രഡ്ജറിലുള്ള ഈ ക്രെയിൻ ഉപയോഗിച്ച് അത് ഉയർത്തുന്നതിനുള്ള ശ്രമവും അതിനുശേഷം ഉണ്ടായി. അത് പ്രധാനമായി കാർവാർ MLAയും SP അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അനുമതി നൽകിയതിനു ശേഷമാണ് ആ ക്രെയിൻ ഉപയോഗിച്ചത് ഉയർത്തുന്നതിനുള്ളൊരു തീരുമാനമുണ്ടായത്. വളരെ ശ്രമകരമായി തന്നെ ഈശ്വർ മാൽപ്പെ തന്നെ ഡൈവ് ചെയ്ത ആ ക്രെയിനിന്റെ വടത്തിൽ, ഇരുമ്പ് വടത്തിൽ ഈ ഭാഗം കൊളുത്തി. അതിനുശേഷം അവർ അത് ഉയർത്തുകയും ചെയ്തു. പക്ഷേ അതൊരു പഴയ ലോറിയുടെ ഭാഗമായിരുന്നു, അത് തന്റെ ലോറി അല്ല എന്ന് മനാഫ് തിരിച്ചറിഞ്ഞു. അപ്പോഴും ചെറിയൊരു പ്രതീക്ഷയ്ക്ക് ഇട നൽകിയിരുന്നത് അവിടെ നിന്ന് 30 മീറ്റർ താഴെ മറ്റൊരു വാഹനത്തിന്റെ അവശിഷ്ടം, ഒരു ഡ്രൈവിംഗ് ക്യാബിൻ, അതൊരു സ്റ്റിയറിംഗിന്റെയും ഒപ്പം ഒരു ഈ ക്ലച്ചിന്റെയും ഗിയറിന്റെയും ഒക്കെ ഒരു ക്യാബിൻ അവിടെ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയും ഒരു പരിശോധന, അവിടെയും ഈ ക്രെയിൻ ഉപയോഗിച്ചുള്ള പരിശോധന നടത്താൻ അധികൃതർ തീരുമാനിക്കുന്നു. തൊട്ടു താഴെ എത്തി അവിടെയും പരിശോധന നടത്തി. അവിടെ നിന്ന് ഉയർത്തിയ വാഹനം ടാറ്റയുടെ ഒരു വാഹനത്തിന്റെ ഡ്രൈവിംഗ് ക്യാബിനാണ് അവിടെ നിന്ന് ലഭിച്ചത്. അതും അർജുൻ ഉപയോഗിച്ച വാഹനമല്ല, അർജുൻ ഉണ്ടായിരുന്ന വാഹനമല്ല, മനാഫിന്റെ ഉടമസ്ഥതയിലുള്ള ട്രക്ക് അല്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അത് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു ട്രക്കിന്റെ ഭാഗമാണ്, അതൊരു ടാങ്കറിന്റെ ഭാഗമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ടാറ്റയുടെ വാഹനമാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ആ വാഹനത്തിൽ നിന്ന് ലഭിച്ച ആ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരു പഴയ ലോറിയുടെ 2 ടയറുകളും ഒപ്പം ഒരു ടാങ്കറിന്റെ ചില ഭാഗങ്ങളും മാത്രം ഇന്ന് നടത്തിയ നിർണായക പരിശോധനയിൽ ലഭിച്ചു. ഏതാണ്ട് 9 മണിയോടുകൂടി മണ്ണ് മാറ്റിയുള്ള പരിശോധന ആരംഭിച്ചതാണ്, ഡ്രഡ്ജിംഗ് ആരംഭിച്ചതാണ്. 7 മണിക്ക്, അതായത് ഈശ്വർ മാൽപ്പെ ഈ സൂചന നൽകിയതിനു ശേഷം ഡ്രഡ്ജിംഗ്, അതായത് മണ്ണുമാന്തി യന്ത്രവും ആ ഡ്രഡ്ജിംഗ് വെസലും അതിലുള്ള ക്രെയിനും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഈ കണ്ട വാഹനം ഉയർത്തി അത് ആരുടേതാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള നീക്കമായിരുന്നു.